ഇന്ന് നമുക്ക് കൊടുങ്ങല്ലൂരിൻ്റെ വിശേഷങ്ങൾ അറിയാം. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളിയുടെ ഒരു പ്രധാന ക്ഷേത്രമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം. ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച ഭദ്രകാളി ദാരികൻ എന്ന അസുരനെ വധിച്ച ശേഷം രൗദ്രഭാവത്തിൽ ഇവിടെ കുടികൊണ്ട് എന്നതാണ് വിശ്വാസം. പിന്നീട് ശാന്തമായ ഭഗവതിയെ കുരുമ്പക്കാവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വസൂരി എന്ന ചിക്കൻ ബോക്സിനെ എതിർത്തുകൊണ്ട് അമ്മയ്ക്ക് മഞ്ഞപ്പൊടി നൽകിയാൽ നമുക്ക് വസൂരിമാല വരില്ല എന്നുള്ളൊരു വിശ്വാസം ഇന്നും കൊടുങ്ങല്ലൂർ നിലനിന്ന് പോരുന്നുണ്ട്. മഞ്ഞളും കുരുമുളകും തവിടുമാണ് പ്രധാന നേർച്ചാപ്പൊടികൾ. കോയിയേറും കോയി ബലിയുമാണ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ചുവപ്പ് പട്ടും ആഭരണങ്ങളും അണിഞ്ഞ് വാളും ചിലമ്പും ഏന്തി ഭരണിപ്പാട്ടോട് കൂടിയാണ് ഓരോ കോമരങ്ങളും നാനാദേശത്തു നിന്നും ഇവിടെ എത്തുന്നത്. മാർച്ച് മാസത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവം മലയാള മാസമായ കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്നു. ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കോയിക്കല്ല് മൂടൽ. ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ തുടക്കമായാണ് ഈ ചടങ്ങിനെ കണക്കാക്കുന്നത്. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പണ്ട് കാലത്ത് നടത്തിയിരുന്ന കോയിബലിക്ക് പകരമായി ഇന്ന് നടത്തിവരുന്നൊരു ആചാരമാണ് കോയിക്കല്ല് മൂടൽ. ഇത് നിർവഹിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഭക്തരായ തച്ചോളി തറവാട്ടിലെ മൂപ്പന്മാരാണ്. മാർച്ച് 22 കാവ് തീണ്ടലോടുകൂടി ഈ ഉത്സവം അവസാനിക്കുന്നതാണ്.